നമസ്കാരം കുഞ്ഞുമക്കളെ. UP ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിതാ വലിയ കുട്ടികളായി 8ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണല്ലേ. അപ്പോൾ സംസ്കൃതം ഈ പ്രാവശ്യം 2025 പുതിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആകാംക്ഷയും അതുപോലെ തന്നെ സംശയങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടായിരിക്കും. നമുക്കപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് 4 ഏകകങ്ങളാണ് നൽകിയിട്ടുള്ളത്. 4 ഏകകങ്ങളിലായി 10 പാഠങ്ങളും. ഒന്നാമത്തെ ഏകകം എന്ന് പറയുന്നത് ആരണ്യകമാണ് കേട്ടോ. ഈ ആരണ്യകത്തിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാം. ആരണ്യകം എന്നാണ് നിങ്ങളുടെ ആദ്യത്തെ ഏകകത്തിൻ്റെ യൂണിറ്റിൻ്റെ പേര്. വനം എന്നർത്ഥമുള്ള ആരണ്യം എന്ന വാക്കിൽ നിന്നാണ് ആരണ്യകം എന്ന പദം ഉരുത്തിരിഞ്ഞത്. വനം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം അല്ലേ. ആമുഖത്തിലേക്ക് കടന്നാലോ? അഷ്ടമകക്ഷ്യായാഹ സംസ്കൃത പാഠ്യപുസ്തകസ്യ 8ാം ക്ലാസ്സിൻ്റെ സംസ്കൃത പാഠപുസ്തകത്തിൻ്റെ പ്രഥമം ഏകകം ഭവതി ആരണ്യകം. ഒന്നാമത്തെ യൂണിറ്റാണ് ആരണ്യകം. ഏകകേ അസ്മിൻ ഏകകേ, അതായത് ഈ ഏകകത്തിലെ ഈ യൂണിറ്റിലെ പ്രകൃതി സംബന്ധിനഃ ത്രയഃ പാഠാഃ സമാകലിതാഃ സന്തി. ഈ ഒരു ഏകകത്തിൽ പ്രകൃതിയെ സംബന്ധിക്കുന്ന 3 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണസ്യ പ്രാധാന്യം ബോധയന്തി, അതായത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുന്ന അത് നൽകുന്ന ഗ്രാമകന്യക നാമ കവിത, ഗ്രാമകന്യക എന്നു പേരുള്ളൊരു കവിത. പിന്നെയോ വനവിഭവ സംബന്ധിനി, വനവിഭവങ്ങളെ പറ്റിയിട്ട് സംബന്ധിക്കുന്ന വയമേവ സംരക്ഷകാഹ എന്ന നാമ കഥ എന്നുള്ളൊരു കഥയും. പ്രകൃതി ദുരന്താൻ പ്രതിപാദയൻ, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിപാദിക്കുന്ന ഇതി വാർത്താഹ ഇതി പാഠശ്ച, ഇതി വാർത്താഹ എന്നുള്ളൊരു വാർത്തയുമാണ്, ഒരു പാഠവുമാണ്. ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഏതേഷാം പാഠഭാഗാനാം അധ്യയനേന, ഈ പാഠഭാഗങ്ങളുടെ അധ്യയനം കൊണ്ട് പഠിക്കുന്നതിലൂടെ വയമപി നമ്മളും പ്രകൃതി പ്രണയിനഃ, പ്രകൃതിയെ പ്രണയിക്കുന്നവരായിട്ട് ഭവാമതീരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഗ്രാമകന്യക എന്നാണ് പാഠത്തിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഗ്രാമത്തെ കന്യകയായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ കന്യക എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അർത്ഥം. പ്രവേശകം, ഇതിലേക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പ്രകൃതി സൗന്ദര്യം പ്രകാശയത് ചിത്രം പശ്യതു, പ്രകൃതിയുടെ ഭംഗി വെളിപ്പെടുത്തുന്ന ചിത്രം നോക്കൂ. സൗന്ദര്യം കഥം പ്രതീയതേ, സൗന്ദര്യം എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത്? തസ്യ സംരക്ഷണം അസ്മാഭിः കരണീയം ഖലു, അപ്പോൾ നമ്മൾ തീർച്ചയായും അതിനെ സംരക്ഷിക്കണം അല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കണം. തദർത്ഥം കിം കർത്തും ശക്യതേ, അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്രകൃതി സംരക്ഷണ പ്രതിപാദികാം കാഞ്ചന കവിതാം പഠാമഹ, പ്രകൃതി സംരക്ഷണത്തെ പ്രകടിപ്പിക്കുന്ന ഒരു കവിത നമുക്ക് വായിക്കാം. തൊട്ട് താഴെ ആമുഖമുണ്ട്. അസ്മാൻ പരിതഃ അവലോകയാമഹ ചേത് പ്രകൃതേഃ മനോഹാരിതാം ആസ്വാദിതും ശക്യതേ, നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ പ്രകൃതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. സൂര്യോദയഃ, അതായത് സൂര്യോദയം. മന്ദമാരുതഃ, ഇളം കാറ്റ്. മേഘവർഷണം, അതായത് മേഘങ്ങളുടെ പെയ്യൽ, മഴ. ഋതവഃ, ഋതുക്കൾ. ഇത്യേവം, എന്നിവയെല്ലാം സർവമപി പ്രകൃതിഃ ലാവണ്യം പ്രകാശയതി, ഇതെല്ലാം തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നു. തദനുഭൂയ മഹാന്തഃ കവയഃ കാവ്യരചനാം അകുർവൻ, അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് മഹാകവികളൊക്കെ കവിതകൾ എഴുതിയിട്ടുള്ളത്. കാളിദാസനെ പോലെയുള്ള മഹാകവികൾ. താദൃശ്യാഹ പരിസ്ഥിതേഃ, അത്തരം ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണം എന്താണ്? സമേഷാം ദായിത്വമേവ, എന്താണ് ചെയ്യണത്? സമേഷാം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരുടെയും ഉത്തരവാദിത്വമേവ, ദായിത്വമേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമാണ്. അതഹ തത് പ്രതിപാദികാം, അത് പ്രതിപാദിക്കുന്ന ഇങ്ങനെയുള്ള പ്രകൃതിയുടെ സംരക്ഷണവും പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ പ്രതിപാദിക്കുന്ന കവിത, ഒരു കവിത പഠാമഹ, നമുക്ക് വായിക്കാം അല്ലെങ്കിൽ പഠിക്കാം. നമുക്കപ്പോൾ ഗ്രാമകന്യക എന്ന് പറയുന്ന കവിതയിലേക്ക് കടന്നാലോ? പൂർവസ്യാം ദിശി പർവതരാജ കനകം താപയതി, കോകിലപോദോ മംഗളഗാനൈ
ഗാനം മധുരം ശ്രാവയതി. പൂർവസ്യാം ദിശി കിഴക്ക് ദിക്കിലെ പർവ്വതരാജ പർവ്വതരാജൻ കനകം സ്വർണത്തെ താപയതി തപിപ്പിക്കുന്നു, ചൂടാക്കുന്നു, ഉരുക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കിഴക്ക് ദിക്കിലെ ആ പർവ്വതരാജൻ കനകം ഉരുക്കുന്നു. കോകില പോതോ മംഗളഗാനം മധുരം ശ്രാവയതി. ആ കോകില പോത കുയിൽ കുഞ്ഞ്, മംഗളഗാനം അതായത് എന്താണ്, ഒരു സ്തുതിഗീതം പോലെ ഒരു ഗാനം മധുരമായിട്ട്, മധുരം ശ്രാവയതി മധുരമായിട്ട് പാടുകയാണ്. ഇനി അടുത്ത വരിയിലേക്ക് കടന്നാലോ. ഗ്രാമസുതായൈ ദർപ്പണവേഷം തനുതേ ശൈവലിനി. അതായത് ഗ്രാമസുതായൈ, അതായത് ഗ്രാമത്തെ ഇവിടെ ഒരു മകളായിട്ട് കണക്കാക്കണം. ആ മകൾക്ക് വേണ്ടിയിട്ട് ദർപ്പണവേഷം, ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ദർപ്പണവേഷം എന്ന് പറയുമ്പോൾ ഇവിടെ നീർക്കണ്ണാടി. തനുദേ ശൈവലിനി, ശൈവലിനി എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം. നദി നൽകുകയാണ്, നദി ഒരുക്കുന്നു എന്നാണ് പറയുന്നത്. തനുദേ എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് കേട്ടോ. ഷോ എന്നും പ്രിപ്പയർ എന്നും അതുപോലെ ഷൈൻ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കണക്കാക്കാം. അഞ്ജനലേപം രാതിനികാമം രജനീ ഗ്രാമസഖി. അതായത് ഗ്രാമസഖിയായിട്ടുള്ള, ഗ്രാമത്തിൻ്റെ സഖിയായിട്ടുള്ള കൂട്ടുകാരിയായ തോഴിയായിട്ടുള്ള ആ രജനി ആ രാത്രി എന്ത് ചെയ്യാണ്, നികാമം ധാരാളം രാതി എന്ന് പറഞ്ഞാൽ എന്താണ്, നൽകുകയാണ്. എന്താ നൽകണേ, അഞ്ജനലേപം നീലാഞ്ജന മഷി നൽകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇരുട്ട്, അതായത് രാത്രി ആവുന്നുണ്ട്, അതുപോലെ പകലും ആവുന്നുണ്ട് അല്ലേ. എല്ലാം രാത്രിയും മനോഹരമാണ്, അതുപോലെ തന്നെ പകലും മനോഹരമാണല്ലേ. ശ്യാമപയോദോ മുക്തഗനീരൈരവനിം തോഷയതി. ശ്യാമപയോദോ മുക്തഗനീരൈഹി. ശ്യാമപയോദം എന്ന് പറഞ്ഞാൽ കറുത്ത മേഘം എന്നാണ് അർത്ഥം കേട്ടോ. പയോദം എന്ന് പറഞ്ഞാൽ മേഘം എന്നും ശ്യാമം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ്. അപ്പോൾ കാർമേഘം. മുക്തഗനീരൈഹി അവനിയും തോഷേരി, അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, തോഷേരി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടോ. അപ്പം നീർമണി മുത്താൽ എന്നാണ്. മുക്തകം എന്ന് പറഞ്ഞാൽ മണിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരും, നീർമണി മുത്താൽ കാർമുകിൽ ഭൂവിന് മോദമതേറ്റുന്നു എന്ന് ആക്കാം. ഇനിയോ, പങ്കില പാദോ നാഗസമാനം കുരുതേ ഗ്രാമമമും. അങ്കില പാദോ അതായത് ചെളി പിടിച്ച പാദങ്ങൾ, കർഷകരെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നാഗസമാനം, നാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വർഗം, സ്വർഗസമാനമാക്കി തീർക്കുന്നു. കുരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. ഗ്രാമമമും ഈ ഗ്രാമത്തിനെ സ്വർഗതുല്യമാക്കി തീർക്കുന്നു. ആ പങ്കില പാദങ്ങൾ, ആ ചെളി പുരുണ്ട പാദങ്ങൾ ആരാണ്, കർഷകർ അല്ലേ. കർഷകർ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഇനിയോ, കർഷണഭൂമൗ കാഞ്ചനചേലാം വയത്തെ ദീപപതി. ദീപപതി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് പറയുന്നത്. കാഞ്ചനചേലാം എന്ന് പറഞ്ഞാൽ പൊന്നുടയാടകൾ, നല്ല സ്വർണത്തിൻ്റെ വസ്ത്രങ്ങൾ. കർഷണഭൂമോ അതായത് കർഷണം, കൃഷി ചെയ്യുന്ന ഭൂമികൾ, അതായത് വയലേലകളിലെ പൊന്നുടയാടകൾ. വയത്തെ നെയ്യുന്നു. ദീപപതി, ദീപപതി എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യൻ നെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. സൗരഭവാഹോ മാധവമാല്യം ധരണീം ധാരയതി. സൗരഭവാഹൻ ആരാ, കാറ്റാണ് അല്ലേ. സുഗന്ധമൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്, ആ കാറ്റാണ്. അപ്പോൾ മാധവമാല്യം, മാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർലൻഡ്, മാല. മാധവം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ഉണ്ടല്ലോ, വസന്ത ഋതു. ആ വസന്ത ഋതുവിൻ്റെ ഒരു മാസമാണ് മാധവ മാസം എന്ന് പറയുന്നത്. പണ്ട് വേദിക് ടൈമിലൊക്കെ സ്പ്രിംഗ് മന്തായിട്ട് മധു, മാധവം എന്ന് പറഞ്ഞ 2 മാസങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി അതിനുശേഷം പിന്നീട് ട്രഡീഷണൽ ഇന്ത്യൻ കലണ്ടറിൽ ഈ മാധവ മാസത്തിനെ സ്പ്രിംഗ് സീസണിൻ്റെ വസന്ത ഋതുവിൻ്റെ ഒരു പാർട്ടായിട്ട് കണക്കാക്കും. വസന്ത ഋതുവിൽ
2 മാസങ്ങളാണ് പറയുന്നത്. ഒന്ന് ചൈത്രമാണ്, അതായത് മധുമാസം, അത് മിഡ് മാർച്ച് തൊട്ടിട്ട് മിഡ് ഏപ്രിൽ വരെയാണ് കേട്ടോ. അതേപോലെ തന്നെ വൈശാഖ മാസമുണ്ട്, അതാണ് മാധവ മാസം എന്ന് പറയുന്നത്. അത് ഏപ്രിലിൻ്റെ പകുതി തൊട്ടിട്ട് മെയ് മാസത്തിൻ്റെ പകുതി വരെ എന്നാണ് ട്രഡീഷണൽ ഇന്ത്യൻ കലണ്ടറിൽ പറയുന്നത്. ഇത് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിപാദനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? വസന്തകാലത്തിലുള്ള ഒരു മാസമാണ് മാധവ മാസം. എന്താണ് വസന്തകാലത്ത്? എന്താണ്, പൂക്കളൊക്കെ ധാരാളം ഉണ്ടാവും അല്ലേ, നിറയെ പഴങ്ങളും അതുപോലെ തന്നെ കുയിലുകളൊക്കെ പാട്ട് പാടുന്ന സമയമാണ് ഈ വസന്തകാലം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സുഭാഷിതം. എന്താണ്? കാകകൃഷ്ണ പികകൃഷ്ണ കോഭേദ പിക കാക്കയോഹോ വസന്തകാലേ സംപ്രാപ്തേ കാക പിക പിക. എന്താ? കാക്കയും കറുപ്പാണ്, കുയിലും കറുപ്പാണ്. പക്ഷെ അവരെങ്ങനെ തിരിച്ചറിയുക? വസന്തകാലം വരുമ്പോൾ കാക്ക കാക്കയായിട്ട് പാട്ട് പാടും അല്ലേ, കാ കാ എന്ന് പാടും, കുയിലായിട്ട് കൂ എന്നുള്ള മധുര ഗാനം പാടുന്നു. അപ്പോഴാണത് തിരിച്ചറിയുന്നത്. അപ്പോൾ വസന്തകാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും അതാണ് കേട്ടോ പറയുന്നത്. സൗരഭവാഹോ മാധവമാല്യം ധരണീം ധാരയതി. ആ കാറ്റ് എന്താണ്, എങ്ങനെയുള്ള മാലയാണ്? ആ വസന്തകാലത്തിൻ്റെ മാല, മാധവ മാസത്തിൻ്റെ മാല ധരണീം ധാരയതി. ആ ധരണിയെ, ആ ഭൂമിയെ ധരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്, ചാർത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇനി അടുത്ത വരികളിലേക്ക് കടക്കാം. സർവമശേഷം യത്നസമേതം വസുധാം ഭൂഷയതി. എന്താണ്? ഇവരൊക്കെ കൂടിയിട്ട് ഒത്തൊരുമിച്ച് ഇവരൊക്കെ കൂടിയിട്ട് ഒരുക്കുകയാണ്. എന്താണ്? ആരെ? വസുധാം, ഭൂമിയെ ഭൂഷയതി, ഭംഗിയാക്കുന്നു, അണിയിച്ചൊരുക്കുന്നു. യത്നസമേതം തന്നെ എന്താണ്? ഒത്തൊരുമിച്ച് കൊണ്ട്, യത്നം ചെയ്തുകൊണ്ട്. ഇനിയോ? താദൃശ ഭൂമി പാലന കാര്യം കലയാമോ നിയതം. നമുക്ക് ഈ ഭൂമിയെ, ഇങ്ങനെയുള്ള ഈ ഭൂമിയെ സംരക്ഷണം നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ചെയ്യാം. എന്താണ്? ഈ തിരുഭൂമിയെ ഞങ്ങളും ഇനിമേൽ കാത്തിടും ഈ വണ്ണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നൽകണം കേട്ടോ. കാരണം എത്രമാത്രം നിങ്ങൾക്ക് ഈ സംസ്കൃത പാഠപുസ്തകത്തിലുള്ള പാഠങ്ങൾ ആസ്വാദനം ലഭിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ. നല്ലൊരു കവിതയാണല്ലേ. ഇനി നമുക്ക് പദച്ഛേദത്തിലേക്ക് കടക്കാം. ഏതാണ് ഈ ഒരു കവിതയിലുള്ള പദച്ഛേദങ്ങൾ? കോകിലപോതോ മംഗളഗാന. കോകിലപോതഹ, അവിടെ ഓ എന്നുള്ളത് മാറിയിട്ട് വിസർഗചിഹ്നം വരികയാണ്, മംഗളഗാനം. അടുത്തതോ ശ്യാമപയോതോ മുക്തകനീരൈരവനിം. ഇവിടെ എങ്ങനെയാണ്? സെയിം ആണ് അല്ലേ. ശ്യാമപയോതഹ അധികം മുക്തകനീരൈഹി അധികം അവനിം. അവനിം എന്ന് പറഞ്ഞാൽ ഭൂമി കേട്ടോ. ഇനി പങ്കിലപാദോ നാഗസമാനം. പങ്കിലപാദഃ അധികം നാഗസമാനം. സൗരഭവാഹോ മാധവമാല്യം. സൗരഭവാഹ അധികം മാധവമാല്യം. കലയാമോ നിയതം. കലയാമഹ നിയതം. ഇതെല്ലാം അങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇനി വിഗ്രഹപദങ്ങളുണ്ട്. പർവ്വതരാജ, പർവ്വതേഷു രാജ. കോകിലപോതഃ, കോകിലസ്യ പോത. കോകിലസ്യ പോത എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലിൻ്റെ കുഞ്ഞ്. ഇനി ഗ്രാമസുതായേ, ഗ്രാമ ഏവ സുത തസ്യൈ. അതായത് ഗ്രാമം എന്ന് പറയുന്ന മകൾ അല്ലേ, അവിടെ ഗ്രാമത്തെ മകളായിട്ട് കാണുകയാണ് അവളിൽ. ഗ്രാമസഖി, ഗ്രാമത്തിൻ്റെ സഖിയാണ് കേട്ടോ. അടുത്തത് മുക്തക നീരൈഹി. മുക്തകം ഇവ നീരം, അതായത് നല്ല മണിമുത്ത് പോലെയുള്ള നീരം, വെള്ളം. യത് തത് തൈഹി, അതാണ് മുക്തക നീരൈഹി, നീർമണിമുത്തുകൾ. പങ്കിലപാദ, പങ്കിലൈഹി, ചെളിയിൽ നിറഞ്ഞിട്ടുള്ള പാദവും പാദങ്ങൾ, കാലുകൾ. യസ്യ സഹ, അത് ആർക്കാണോ ഉള്ളത് അതാണ് പങ്കിലപാദ. ആരാണ്? കർഷകനാണ് അല്ലേ. ദീപപതിഹി, ദീപാനാം പതി, ദീപങ്ങളുടെ പതി ആരാണ്? സൂര്യനാണ്. സൗരഭവാഹ, സൗരഭം വഹതി, നല്ല സുഗന്ധത്തെ വഹിക്കുന്നത് ആരാണ്? യഹ സഹ, അവൻ ആരാണ്? കാറ്റാണ് അല്ലേ, പവനനാണ്. മാധവമാല്യം, മധോഹോ ഇതം മാധവം തസ്യ മാല്യം, മാധവമാല്യം. അപ്പോൾ ഇത്രയുമാണ് വിഗ്രഹപദങ്ങൾ.
അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോയാണ്. പാർട്ട് 2 വീഡിയോയിലാണ് നിങ്ങളുടെ അഭ്യാസങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യോത്തരങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1 കണ്ട് കഴിഞ്ഞതിന് ശേഷം പാർട്ട് 2 കാണാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ടീച്ചർക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.